എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു സോയാബീൻ 65ൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്കിത് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ സ്നാക്കായിട്ട് വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് ചെറിയ ടൈപ്പിലുള്ള സോയാബീനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ സോയാബീനൊക്കെ നന്നായിട്ട് വീർത്ത് വരും. പിന്നെ 10 മിനിറ്റിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയുക ആദ്യം. അതിന് ശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോയാബീനൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഇതൊരു 3-4 പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ സോയാബീനൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പിരിയമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മീറ്റ് മസാലയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഗരം മസാല കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സോയാബീൻ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ തൈര് ചേർക്കാവുന്നതാണ്. ഏത് ചേർത്താലും കുഴപ്പമില്ല. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ അതും കൂടെ ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ കോൺഫ്ലോറും അതുപോലെ മൈദയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അവസാനം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവസാനം ഇതുപോലെ മിക്സാക്കുമ്പം ഉപ്പ് അതുപോലെ എരിവ് പുളി ഇതൊക്കെ കുറവുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. സമയം കുറവാണെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കണം. അപ്പോഴേക്കും ഇതിലേക്ക് പുളിയും അതുപോലെ ആ ഉപ്പും എരിവൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എണ്ണ ചൂടാവാനായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരുന്നത്. ഇനി നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നമ്മളിത് എണ്ണയിൽ നിന്ന് എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നത്. ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് വേഗം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കൊരു 3-4 പച്ചമുളക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുളകും ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ആ സോയാബീൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി സോയാബീൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സോയാബീൻ 65 ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എന്തോരം ക്രിസ്പിയാണെന്ന്. അതുപോലെ തന്നെ ഇത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നമ്മളിതിൽ ചേർത്തിട്ടുള്ള നാരങ്ങയുടെ പുളിപ്പും അതുപോലെ എരിവുമൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.